അവരതിന്റെ പ്രചാരകരായി മാറിയവിടെയും സിഹ്ർ കൊണ്ടായിരുന്നു സുലൈമാൻ കാറ്റിൽ പറന്നിരുന്നത് എന്നവർ പറഞ്ഞു പരത്തി. മാത്രമല്ല ഒരുപാട് സിഹ്റിന്റെ കാര്യങ്ങൾ ശൈത്താൻമാർ ജനങ്ങൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മഹത്തുക്കൾ രേഖപ്പെടുത്തിയ ചില മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയ ഒരു വ്യാഖ്യാനം ഞാൻ പറയാതെ ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനത്ത് ശയാത്തീനും തക്തബു സിഹ്റ ഫീ ഗൈബത്തി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസാന്നിധ്യത്തിൽ സിഹ്ർ എഴുതി വെക്കുക എന്ന പരിപാടി ശൈത്താൻമാർക്കുണ്ടായിരുന്നു. മൻ അറാദ കുത്തിബത്ത് അങ്ങനെ പലതും എഴുതി കൂട്ടി. മൻ അറാദ എഴുതി വെച്ചു. ഇന്നാലിന്ന കാര്യങ്ങളെ ഉദ്ദേശിക്കുന്ന ആളുകൾ സൂര്യനെ മുന്നിട്ട് ഇന്നാലിന്ന വാക്ക് പറഞ്ഞാൽ ആ കാര്യം നടന്നു പോകും എന്ന് പറഞ്ഞു. ഉദാഹരണമാണ് ആരെങ്കിലും ഇന്നാലിന കാര്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവര് സൂര്യന് നേരെ മുന്നിട്ട് ഇന്നാലിന കാര്യങ്ങൾ ചെയ്താൽ മതി, എന്നാൽ പറഞ്ഞാൽ മതി, അത് നേടിയെടുക്കാൻ കഴിയും എന്നൊക്കെ ശൈത്താൻമാർ എഴുതിക്കൂട്ടി. കുത്തിബത്ത് അങ്ങനെ ഇതൊക്കെ എഴുതി കൂട്ടിയിട്ട് എന്നിട്ട് അവർ അതവർ കുഴിച്ചിട്ടു. അതിന്റെ മേലെ അവർ എഴുതി വെക്കുകയും ചെയ്തു, ഇത് ആസഫിന് ബർഖിയ എന്ന ആള് സുലൈമാൻ എഴുതി കൊടുത്ത രേഖകളാണ് എന്ന് പറഞ്ഞ് അവര് അത് സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ കുഴിച്ചിട്ടിരുന്നു. അങ്ങനെ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ എഴുതിക്കൂട്ടി. എന്നിട്ട് ഈ രേഖകളെ ചേർത്ത് വെച്ചു. ആരുടെ മേൽ? ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞു, കണ്ണ ചെമ്മി തുറക്കുന്നതിന് മുമ്പ് സിംഹാസനം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേരിലേക്ക് ഇതെല്ലാം ചേർത്തു എഴുതി. എന്നിട്ട് ആ രേഖകൾക്ക് ഒരു അഡ്രസ് വെച്ചു. ഇതൊക്കെ ആസഫ് ഇബ്നു ബർഖിയ കുത്തിബത്ത് വജുഇലത്ത് ഉൻവാനുഹു ഹാദാ മാ കതബ ആസഫ് ഇബ്നു ബർഖിയ ലിമലിക് സുലൈമാൻ ഇബ്നു ദാവൂദ് മിൻ ദഖായിരി കുനൂസിൽ ഇൽമി. വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ നിധി നിക്ഷേപമാണ് ഇത്, ആസഫ് എഴുതിയതാണെന്ന് പറഞ്ഞ് ഫതുമ്മദഫനത്തുഹു ആ കിതാബിനെ അവർ കുഴിച്ചിട്ടു. ഇസ്രായേലികളിൽ മരണം വ്യാപിക്കാനുള്ള അടിസ്ഥാന കാരണമാണ് ഈ പറയുന്നത്. മരണം മുമ്പേ ഉണ്ട്, പക്ഷേ ഇസ്രായേലികളിൽ അത് വളരെ വ്യാപകമായി. പിന്നെ ഇസ്രായേലികൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് വന്നു. അടിസ്ഥാനപരമായി അതാണല്ലോ സത്യം. അറബ് സമൂഹവും ഇസ്രായേലി സമൂഹവും, ആ രണ്ട് സമൂഹമാണ് ലോകത്ത് ഈ ജനതകളുടെ ഈ കാണുന്ന ആഫ്രിക്കയിലും ഏഷ്യയിലും പരന്നു കിടക്കുന്നത് മുഴുവനും അറബ് ഇസ്രായേലി സമൂഹത്തിന്റെ വ്യാപനാണ്. ഇസ്രായേലികളിൽ നിന്ന് അറബികൾക്ക് ലഭിച്ചു. ഇസ്രായേലി അറബി സമൂഹം കൊണ്ട് വ്യാപിച്ചപ്പോൾ പലയിടത്തും ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതിക്കൂട്ടിയതുണ്ടായിരുന്നു. അതൊന്നും അതുകൊണ്ട് വേലത്തരങ്ങൾ ചെയ്യാൻ ആ കാലഘട്ടത്തിൽ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട്? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഇത്തരം ക്ഷുദ്ര കർമ്മങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതെങ്ങനെ ചെയ്യാനുള്ള അടിസ്ഥാന കാരണം എന്തെന്നാൽ നാട്ടിലുള്ള എല്ലാ സിഹ്റിന്റെ കിതാബുകളും ചുട്ടുകരിച്ച് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ കൽപ്പന കൊടുത്തു അലൈഹിസ്സലാം. അങ്ങനെ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്രായേലി സമൂഹത്തിലുള്ള എല്ലാ സാഹിറന്മാരെയും പിടിച്ചു കൊലപ്പെടുത്തുകയും അവരെ ഗ്രന്ഥങ്ങളെ ചുട്ടുകരിച്ച് കളയുകയും ചെയ്തു. എന്നാൽ ശൈത്താൻമാർ ഇതിനിടയിൽ ചില വേല ഒപ്പിച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ബനു ഇസ്രായേലിലേക്ക് ഇബ്ലീസ് വന്നു. സുലൈമാൻ വഫാത്തായപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന സുലൈമാൻ ലം യകുൻ നബിയൻ, സുലൈമാൻ നബിയായിരുന്നില്ല. ഇല്ല ഇന്നമാ കാന സാഹിറ, സുലൈമാൻ ഒരു സാഹിറായിരുന്നു, ഒരു മാരണക്കാരനായിരുന്നു. അതുകൊണ്ട് ഫൽതമസു സിഹ്റഹു, നിങ്ങൾ സുലൈമാന്റെ സിഹ്ർ ചെയ്ത സാധനങ്ങളെ നിങ്ങൾ തേടിയെടുത്തോളൂ, എന്നാൽ നിങ്ങൾക്കും സുലൈമാനെ പോലെയുള്ള നേട്ടങ്ങൾ നേടാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. ആ കിതാബ് കുഴിച്ചിട്ട ഭാഗം ശൈത്താൻമാർ കാണിച്ചു കൊടുത്തു. ഫഖാലു വല്ലാഹി കാന സുലൈമാനു സാഹിറൻ ഹാദാ സിഹ്റുഹു,
പിശാചുക്കൾ അത് പുറത്തെടുത്തു കൊടുത്തു മനുഷ്യർക്ക്. ഫലമ്മ അങ്ങനെ ഇസ്രായേലികളിൽ സിഹർ വ്യാപകമായി. അത് കാരണം അറബികളിലും വന്നു. യഹൂദികൾ സിഹറിന്റെ പ്രചാരകരായിരുന്നു. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സിഹറിന്റെ പ്രചാരകരാണ് യഹൂദികൾ അടക്കമുള്ള ചില ആളുകൾ. മുഴുവനും കൂടി ഞാൻ പറയുന്നില്ല. യഹൂദികൾ അടക്കമുള്ള ചില ആളുകൾ ഇന്നതിന്റെ ശക്തമായ പ്രചാരകരാണ്. ഇവിടെ വലിയ കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമ്പിയാക്കന്മാരെ പേരെണ്ണിയപ്പോൾ ആ കൂട്ടത്തിൽ സുലൈമാൻ നബിയുടെ പേരുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മദീനയിലെ ജൂതന്മാർ തുള്ളിച്ചാടി. മുഹമ്മദിന് പ്രവാചകന്മാരെ മുഴുവനും അറിയില്ല, മുഹമ്മദ് പ്രവാചകന്മാരല്ലാത്തവരെ പ്രവാചകന്മാരിലേക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? മുഹമ്മദ് സുലൈമാന നബിയ, മുഹമ്മദ് സുലൈമാന നബിയായിട്ടാണല്ലോ എണ്ണിയത്. ഫകാന ഹുവ സാഹിറ, അത് സാഹിറായിരുന്നില്ല എന്ന് മദീനയിലെ ജൂതന്മാർ പുണ്യനബിയോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ. അപ്പോഴാണ് അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അവിടെയാണ് വിഷയം. അതായത് ഇസ്രായേലി സമൂഹത്തിൽ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ വളർന്നിരുന്നു. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സാഹിറാണെന്ന് അവർ പറഞ്ഞു പരത്തിയിരുന്നു. സുലൈമാൻ നബിക്ക് ഈ കഴിവൊക്കെ ഉണ്ടായത് സിഹർ കൊണ്ടാണെന്ന് അവർ ലോകത്താകെ വ്യാപിപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നീടുള്ള ജനത സുലൈമാൻ നബിയെ സാഹിറായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. ജൂതന്മാരാണല്ലോ അക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന കിതാബിന്റെ ജനത. അവർ വിശേഷിച്ചും അവരായിരുന്നു ചെയ്തിരുന്നത്. പുണ്യനബിയെ അല്ലാഹു തആല അയച്ചപ്പോൾ ജഅല യദ്കുറുൽ അംബിയാ, നബിമാരുടെ പേര് എണ്ണി ഹബീബായ മുഹമ്മദ് മുസ്തഫ. സുലൈമാൻ നബിയുടെ പേരും ദാവൂദ് നബിയുടെ പേരും ഒക്കെ ആ കൂട്ടത്തിൽ ഹബീബായ നബി എണ്ണി. ഫഖാലത്തിൽ യഹൂദു, ഇത് കണ്ടപ്പോൾ യഹൂദികൾ പറഞ്ഞു, ഉൻളുറു ഇലാ മുഹമ്മദിൻ, മുഹമ്മദിനെ നോക്കുന്നില്ലേ നിങ്ങൾ? മുഹമ്മദ് യഖുലുത്തുൽ ഹഖ്ഖ ബിൽ ബാതിലി, സത്യം അസത്യം കൂടി കൂട്ടിക്കുഴച്ചാ പറയുന്നത്. യദ്കുറു സുലൈമാന മഅൽ അംബിയായി, നബിമാരെ കൂട്ടത്തിലാണ് സുലൈമാനെ എണ്ണുന്നത്. വഇന്നമാ കാന സാഹിറ യർകബുർ റീഹ, കാറ്റിന്റെ പുറത്ത് കയറി നടന്നിരുന്ന ഒരു സാഹിറായിരുന്നില്ലേ സുലൈമാൻ എന്നവർ പറഞ്ഞു. ഫഅൻസലല്ലാഹു വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ടാണ് വമാ കഫറ സുലൈമാൻ, സുലൈമാൻ നബി കുഫർ ചെയ്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബി കുഫർ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം സിഹറിന്റെ അടിസ്ഥാന പ്രചാരണകരായിട്ട് ഇസ്രായേലികൾ എണ്ണിയിരുന്നത് മഹാനായ സയ്യിദ്നാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ഇപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. റസൂലുള്ളാഹിനെ വരെ പിൽക്കാലത്തെ ജൂതന്മാർ കളിയാക്കി. പിന്നെയോ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചതാരാ? ജനങ്ങൾക്ക് കുഫ്ർ പഠിപ്പിക്കുകയും ജനങ്ങളെ കാഫിറാക്കുകയും ചെയ്തത് ശൈത്താന്മാരാണ്. അവർക്ക് സിഹർ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ബാബിലോണിയയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള 2 മലക്കുകളുടെയും ആ മലക്കുകൾ പഠിപ്പിച്ച കാര്യത്തെയും അവർ പിൻപറ്റിക്കൊണ്ടേയിരുന്നു. ഞാൻ സാന്ദർഭികമായി ഇതേക്കുറിച്ച് ലേശം ഒന്ന് നിങ്ങളോട് പറയാം. എല്ലാവർക്കും വളരെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഭാഗമാണിത്. ബാബിലോണിയയിലേക്ക്, നല്ല ശ്രദ്ധിക്കണേ, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഈ സിഹർ എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ പറഞ്ഞ വിഷയത്തിലേക്ക് അങ്ങോട്ട് അതിന്റെ അടിസ്ഥാനം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കണം. മഹാനായ നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സാഹിറായിരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ല, സിഹർ പഠിപ്പിച്ചത് അവരൊന്നുമല്ല, സിഹർ പഠിപ്പിച്ച ശൈത്താന്മാർ. അത് നൂഹ് നബിയുടെ കാലം മുതലേ പഠിപ്പിച്ചു വന്നു. പിന്നെയോ സുലൈമാൻ നബിയുടെ പേരിൽ അവർ ചാർത്തി പറഞ്ഞു. സുലൈമാൻ നബിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടായിട്ടില്ല. സിഹറിന്റെ ഏറ്റവും വലിയ അന്തകനായിരുന്നു നബിയുള്ളാഹി സുലൈമാൻ. ആ ശൈത്താന്മാർ വലിയ കളി കളിച്ചതാ. എന്താ കളിച്ചത്? ശൈത്താന്മാരുടെ സാഹിര്യങ്ങളെ മുഴുവനും മഹാനായ നബിയുള്ളാഹി സുലൈമാൻ കൊലപ്പെടുത്തിയപ്പോൾ പിൽക്കാലഘട്ടത്തിൽ ശൈത്താന്മാർ എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? പിന്നീടുള്ള സിഹറിനെ മുഴുവൻ ശൈത്താന്മാരിലേക്കാണ് നബിയുള്ളാഹി സുലൈമാൻ നബിയിലേക്ക് ചേർത്ത് വെച്ചു. 2 നേട്ടമുണ്ട്. ഒന്ന്, ഇസ്രായേലികളിൽ അദ്ദേഹം ഒരു കാര്യപ്പെട്ട ആളാണെന്നൊരു ബോധം ഉണ്ടായിരുന്നു. കാറ്റിൽ പറന്ന ആളാണ്. അപ്പൊ ഈ കഴിവ് സ്വന്തമാക്കാൻ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ശൈത്താന്മാര് അവരുടെ കയ്യിലുള്ള സിഹറിന്റെ രേഖകളൊക്കെ ജനങ്ങളെ മുന്നിൽ സമർപ്പിച്ചു. ഈ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടായിരുന്നു സുലൈമാൻ ഈ കഴിവൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു പരത്തിയപ്പോൾ ഇസ്രായേലികളിൽ സിഹർ ഒരു കുടിൽ വ്യവസായമായി മാറി. ഇതാണ് അടിസ്ഥാന കാരണം.
ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഒരു അങ്ങനെ മുഅ്ജിസത്തും സിഹറും തമ്മിൽ തിരിച്ചറിയാത്തൊരു സാഹചര്യം ലോകത്ത് വന്നു. ഓരോരുത്തരും കഴിവുകൾ പ്രകടിപ്പിക്കും. ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരുടെ മുഴുവനും ജനങ്ങൾ സുജൂദ് ചെയ്യും. ഇത് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതലേ നടന്നിരുന്നു. കഴിവുകൾ പ്രകടിപ്പിക്കും സിഹറുണ്ട്. ആ സിഹറിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരുടെ മുഴുവനും മുന്നിൽ ജനങ്ങൾ സുജൂദ് ചെയ്യും. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം വളരെ വ്യക്തമാണ്. ഇന്നും ജനങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. കറാമത്തിനെയും സിഹറിനെയും ഇന്നത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയില്ല. വിവരമുള്ളവർക്ക് പോലും തിരിച്ചറിയില്ല. കറാമത്തിനെയും സിഹറിനെയും തിരിച്ചറിയാൻ വലിയ വിഷയമാണ്. എന്താണെന്നറിയോ, ചില ആളുകളുണ്ട്, അവരെ പറ്റി എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. വലിയ ഔലിയ എന്ന് പറയും, സംഗതി സാഹിറായിരിക്കും, ഉറപ്പാണ്. വലിയ ഔലിയ എന്ന് പറയും, പച്ച സാഹിറായിരിക്കും. സൗകര്യം കിട്ടിയാൽ ഒരുത്തനും വെറുതെ വിടൂല. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും. അത് സൗകര്യം കിട്ടിയാൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കും. ഒന്നും വിചാരിക്കരുത്. അവരെ ഗോപ്യമായ മുറികളിലും മറ്റുമാണ് പെണ്ണുങ്ങൾ വരിക. അവര് വടികൊണ്ട് അടിച്ചും മറ്റുമൊക്കെ ആയിട്ട് അവരെ ചില ഏർപ്പാടുകൾ ഉണ്ടായിരിക്കും. അത് സാഹിറന്മാരുടെ രീതിയാണ്. അവരെ കാര്യങ്ങളൊക്കെ ഗോപ്യമായതുകൊണ്ട് സിഹർ ആരും കാണൂല എന്നതുപോലെ തന്നെ അവരുടെ കളികളും ആരും കാണൂല. അതുകൊണ്ട് ഗോപ്യമായിട്ട് ചെയ്യാൻ മനുഷ്യന്മാർ ആഗ്രഹിക്കുകയും ചെയ്യും. ഒന്നും വിചാരിക്കരുത്. ഞാൻ ലേശം നാം തുറന്നു പറയാം. ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് സാഹിറന്മാരാണ്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് സാഹിറന്മാരാണ്. ഏറ്റവും കൂടുതൽ ജിന ചെയ്യുന്നത് സാഹിറന്മാരാണ്. എന്നിട്ട് ഇവരെ പറ്റി പറയുന്ന വലിയ ഔലിയാണ് എന്ന് പറയുകയും ചെയ്യും. എന്റെ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് സിഹറാണ് എന്ന് ചില ആളുകൾക്ക്, ചില നല്ല ഉന്നതന്മാരായ ആളുകളായിരിക്കും, അവർക്ക് ഇത് വേറൊരാൾ അറിയുന്നത് പ്രശ്നമായിരിക്കും. അവരെ വീട്ടിൽ വെച്ച് ചികിത്സിക്കുന്നതും പലപ്പോഴും പ്രശ്നമായിരിക്കും. ഇനി വീട്ടിൽ വെച്ച് ചികിത്സിച്ചാലോ മറ്റൊരാൾ അറിയുന്നത് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ രോഗിയായ ഒരു പെണ്ണിനാണ് പലപ്പോഴും ഉണ്ടാകുക. കാരണം ഔഹാമിന്റെ പിന്നാലെ പോകുന്നവർക്ക് അത് ഉണ്ടാവുക. വഹുമുകൾ എപ്പോഴും തോന്നലുണ്ടാവും. അത് അടിസ്ഥാനം ഒരു വഹുമാണ്. അത്തരം തോന്നലുണ്ടാക്കുകയാണ്. ആ തോന്നലിന്റെ പിന്നിൽ പലപ്പോഴും അതാണ് യാഥാർത്ഥ്യം. അതിലുണ്ട് യാഥാർത്ഥ്യമാണെങ്കിൽ ആ തോന്നൽ തന്നെ യാഥാർത്ഥ്യം, തോന്നലൊരു യാഥാർത്ഥ്യമാണ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാൻ തോന്നും, പിന്നെ ചെയ്യൂല. ഭാര്യയെ സമീപിക്കാൻ തോന്നും, അടുത്തെന്നാ വേണ്ട, അങ്ങനെ മടങ്ങിപ്പോരും. ഹബീബാ നബി വിഷമുണ്ടായി. അതന്നല്ലേ ഒരു തരം തോന്നൽ എന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതുപോലത്തെ രോഗങ്ങൾ ഉണ്ടാക്കും. വെറും തോന്നൽ മാത്രമല്ല, മറ്റു രോഗങ്ങൾ ഉണ്ടാക്കും. തോന്നൽ വഴി അതിങ്ങനെ പലപ്പോഴും കയറി വരിക. അവിടുന്ന് അങ്ങോട്ട് കയറി വരും. പലപ്പോഴും പെണ്ണുങ്ങൾക്കാണ് അത് ഉണ്ടാവുക. അതിന് കാരണം എന്താണ്? പെണ്ണുങ്ങള് അവരുടെ ശാരീരിക ഘടന തന്നെ അങ്ങനെയാണ്. അവർക്ക് കഴിവില്ല. അതുകൊണ്ട് കഴിവുകളെ അവർക്ക് വലിയ പേടിയായിരിക്കും. കഴിവുകൾ അവർക്ക് വലിയ ഇഷ്ടമില്ല. പെണ്ണിനെ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയും പണവും ആഗ്രഹിക്കുന്ന വിഭാഗം പെണ്ണുങ്ങളാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പണത്തിന് ആർത്തിയുള്ളത് പെണ്ണുങ്ങളാണ്. എന്നാൽ തീരെ പണം ഉണ്ടാക്കാത്ത ആളുകളും പെണ്ണുങ്ങളാണ്. ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരം ചെയ്യുന്നവരാണ്. കാരണം ഈ തെമ്മാടിത്തരം ചെയ്യാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടാവുക. ഈ ശുഹ്റത്തിനെ പെണ്ണുങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടും. ആ ശുഹ്റത്തിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ പോകും. ഒന്ന് വിചാരിക്കരുത്, ഞാനിതാണ് തുറന്ന് പറയാം. ഇതിനൊരു വസ്തുത. അങ്ങനെ വരുമ്പോ ഈ ഔഹാം, ഈ തോന്നലുകൾ മുഴുവനും പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. ഇത് പലപ്പോഴും പെണ്ണുങ്ങളെ ബാധിക്കും. ശൈത്താൻ തന്നെ സിഹർ ചെയ്യും. അങ്ങനെയും വരാം. അത് വരും. ഉദാഹരണം പറയാ, കുളിമുറിയിലെ വസ്ത്രമില്ലാതെ നിന്നാൽ സിഹർ വരും. ആര് സിഹർ ചെയ്യും? ശൈത്താൻ സിഹർ ചെയ്യും. ശൈത്താൻ സന്നിവേശിക്കും. ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. ഹബീബായ മുഹമ്മദ് നബി പറഞ്ഞു, അല്ലാഹുവിലുള്ള ദിക്ർ എന്നത് ഹിജാബും ബൈന ശൈത്താനി വബൈന ഔറാത്തി ബനി ആദം. ഖാല റസൂലുള്ളാഹി, മനുഷ്യന്റെ ഔറത്തിന്റെയും ശൈത്താന്റെയും ഇടയിലുള്ള മറ ദിക്റാണ്. ആ ദിക്ർ ചെല്ലാതെ നേരെ അങ്ങോട്ട് കയറും കുളിമുറിയിലേക്ക്. ഏകദേശം കുസ്കൂസും കുളിമുറിയൊക്കെ ഒരുമിച്ചാവുകയും ചെയ്യും. ദിക്ർ ചെല്ലാതെ ഔറത്തമൽ തൂങ്ങുന്ന ഹബീബാ നബി പറഞ്ഞത്. അങ്ങനെയാണ് ചില ഹദീസുകളിലൊക്കെ അത് ഭയങ്കര. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താന്നാ വിചാരിച്ചത്? എവിടെയും തോന്നും, എവിടെയും കിടക്കും. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദ യഅതി അഹ്ലഹു ഫലം യുസമ്മി ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു. ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലം യുസമ്മി, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു, അവന്റെ ആണിന്റെ ലൈംഗിക അവയവത്തിന്റെ ഉള്ളിൽ ശൈത്താൻ ചുരുണ്ടുമൂടി കേറി കിടക്കും എന്ന് ഹബീബാ നബി. തുർമദിലുണ്ട് ഹദീസ്. കണ്ണൂർ ടിന്നെ പേടിപ്പിക്കണ്ട, ഹദീസ് തുർമദിലുണ്ട്.
സ്വയം കർമ്മമാവുക. സ്വയം ചുരുട്ടല്ല ചുരുള, സ്വയം ചുരുള്. എന്ന് പറഞ്ഞാല് ആ ലൈംഗികാവയവത്തിന്റെ ആണിന്റെ ലൈംഗികാവയവത്തിന്റെ അതിന്റെ കൊടി, അതിനാണ് എഹ്ലീൽ എന്ന് പറയാം. അതിന്റെ ഉള്ളിലേക്ക് ചുരുണ്ട് കയറിയാണ് കിടക്കുന്നു. ഇതിലൊരു ലജ്ജയും വേണ്ട. റസൂൽ പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ വേണ്ട, ഇൽമല്ലേ, ഇൽമ പഠിക്കുന്നതിൽ ഒരു ലജ്ജയും വേണ്ട. ഹബീബാ നബി പറഞ്ഞു, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ഫലം യുസമ്മി, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ സ്വാഭാവികമായി നടക്കൂലേ? ബിസ്മി ചൊല്ലാത്തവൻ ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ ആ പെണ്ണിനെ ശൈത്താനും ബന്ധപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെ ഉണ്ടാവുക. ഈ പെണ്ണിനെ ശൈത്താനും പിന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇവനോട് കൂടെ ശൈത്താൻ ബന്ധപ്പെടും എന്ന് പുണ്യനബി പലതും ചെയ്യും. ശൈത്താൻ തൂങ്ങിക്കിടക്കും, ശൈത്താൻ ചുരുണ്ട് കയറി കിടക്കും. ഇങ്ങനെയാണ്, ഇങ്ങനെ തൂങ്ങി കിടക്കും. നിങ്ങൾ ചില എന്താ പറയാ, ചില സാധനങ്ങളിലൊക്കെ ഇങ്ങനെ കൊളത്തിട്ട നല്ല നല്ല കിന്നരികൾ തൂക്കിയിട്ടില്ലേ, എന്നതുപോലെ ഒക്കെ അവയവങ്ങളിൽ ശൈത്താന്മാര് തൂങ്ങിക്കിടക്കും. അങ്ങനെ തൂങ്ങിക്കിടക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. തൂങ്ങിക്കിടക്കും. കുളിമുറിയിനൊക്കെ പ്രത്യേകിച്ച് കയറി വരും. അതുകൊണ്ടാണല്ലോ ഉടുക്കാതെ കുളിക്കരുതെന്ന് മുസ്തഫ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടിട്ടില്ലേ, നമ്മൾ വാട്ടറിന്റെ ഷവർ മേലെ തുറക്കുമ്പോൾ പൈപ്പും തുറക്കും. അങ്ങനെയാണല്ലോ ചിലപ്പോഴൊക്കെ ഉണ്ടാവുക. എന്നതുപോലെ അടിയിലും തുറന്ന് അങ്ങനെ വായം തുറന്ന് താഴത്തെ ദ്വാരം തുറന്ന് ഒക്കെ ശൈത്താൻ കയറി വരാൻ സാധ്യതയാവും. കയറും ഒക്കെ വലിയ വിഷയമാണ്. ഇത് തമാശയല്ല. ശൈത്താന് അതിന് ഹിജാബ് വേണം. ഹിജാബ് ദീനിന്റെ നിയമം പാലിക്കലാ ഹിജാബ്. വായ തുറന്നാ കയറും മുസ്ലിം, വായ തുറന്നാ കയറുക എന്നുള്ളതല്ല, അതിനൊരു ഹിജാബ് വേണം. ഹിജാബ് എന്താണ്? അള്ളാന്റെ നിയമങ്ങളാണ്. ദിക്റ്, പിന്നെ നിയമങ്ങൾ പാലിക്കല്. അത് പലപ്പോഴും പെണ്ണുങ്ങൾ ചെയ്യൂല, ആണുങ്ങൾ ഏതായാലും ചെയ്യൂല. പെണ്ണിന് പ്രത്യേകിച്ചുള്ള പ്രശ്നം എന്താ അറിയോ? എപ്പോഴും അവരെ ശൈത്താൻ സ്വാധീനിക്കും, പെട്ടെന്ന് സ്വാധീനിക്കും. ശൈത്താനെ സ്വാധീനിച്ചിട്ടാണല്ലോ സയ്യിദുന ആദം അലൈഹിസ്സലാം പെണ്ണ് ശൈത്താനെ സ്വാധീനിച്ചു. ശൈത്താൻ പെണ്ണിനെ സ്വാധീനിച്ചു. കഴിക്കാൻ പ്രേരിപ്പിച്ചത് ഹവ്വാ. അങ്ങനെയാണ്. ആ പ്രേരണ കാരണമായിട്ടാണ് കുറെ കാലം പിന്നെ പരസ്പരം കണ്ടുമുട്ടാതെ പോലും നടന്നുപോയി സയ്യിദുന ആദം അലൈഹിസ്സലാം. അങ്ങനെയാ. അതാണ് രണ്ടാളെ ഒരു സ്ഥലത്ത് ഇറക്കാൻ അള്ളാഹു തആലക്ക് കഴിയാഞ്ഞിട്ടൊന്നും അല്ല. പാപ്പാനെ ഇറക്കിയത് ഇന്ത്യയിലാണ്, ഉമ്മാനെ ഇറക്കിയത് ജിദ്ദയിലാണ്, ഇബ്ലീസിനെ ഇറക്കിയത് ജോർദാനിലാണ്. മൂന്നാളെ 3 സ്ഥലത്ത് ഇറക്കി. 3 ആള് ഒരേ ദിവസമാണ് ഇറങ്ങിയത്. ബാപ്പാനെ ഇറക്കിയത് ഇന്ത്യയില്. അള്ളാഹു നമ്മൾ ബാപ്പാന്റെ നാട്ടുകാരാക്കി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകും. നമ്മൾ ബാപ്പ ഇറങ്ങിയ നാട്ടുകാരാണ്. പഠിച്ചോണം, ഈ നാട്ടിന്റെ ഈ ഇസ്സത്ത്, ഇന്ത്യ എന്ന ഈ നാട്ടിന്റെ ഇസ്സത്ത് അള്ളാഹു വനോളം അള്ളാഹു ഉയർത്തട്ടെ. ഈ നാട്ടിൽ ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്തൊരു നാടാണ് ഇന്ത്യ, വല്ലാത്തൊരു നാടാണ്. ബാപ്പ ഇറങ്ങിയ നാടാണ്. ജിദ്ദയല്ല, ജദ്ദയാണ്. വല്യമ്മ എന്നാണ് ഇതിനർത്ഥം. ജിദ്ദയല്ല, ജദ്ദ പിന്നെ ജിദ്ദയായതാ. ജിദ്ദ നമ്മൾ മലയാളികൾ പറഞ്ഞ് ജിദ്ദ ആക്കിയതാ. അറബികൾ ഇപ്പോഴും പറയാം ജദ്ദ എന്നാണ്. വല്യമ്മന്റെ നാടാണ്. അവിടെയാണ് വല്യമ്മന്റെ ഖബറും. വല്യമ്മയുടെ ഖബർ ജിദ്ദയിലാണ്. പിന്നെ ബാപ്പാന്റെ ഖബർ ജബൽ അബി ഖുബൈസിലാണ്. അവിടെയാണ്. ആ മലയിൽ വെച്ച് തന്നെ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ബാപ്പാന്റെ ഖബറിന്റെയും രണ്ടാമത്തെ ബാപ്പാന്റെ കാൽപാദത്തിന്റെയും ഇടയിലുള്ള ഹിറാ ഗുഹയിൽ വെച്ച് മുസ്തഫ നബിക്ക് നബുവത്ത് കിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് ഇറങ്ങിയത് ജോർദാനിലാണ്. ഇബ്ലീസ് ഇറങ്ങിയത് 3 സ്ഥലത്ത് ഇറങ്ങി. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ചിന്തിക്കണം, ആ ഒരു പ്രേരണ കൊണ്ടാണ് പിന്നെ കുറെ കാലം അവർ വിട്ടുപിരിഞ്ഞ് നടന്നു. പിന്നെ അവര് കണ്ടുമുട്ടി. എവിടെ കണ്ടുമുട്ടി? അറഫയിൽ. അപ്പൊ ഇബ്ലീസ് ചെറുതായി. സിഹറിന്റെ പണി തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ വിട്ടുപിരിക്കലാണ് സിഹറിന്റെ ഏറ്റവും വലിയ പണിയെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 102. ചിന്തിക്കണം, ശ്രദ്ധിക്കണേ. ഇബ്ലീസ് പഴം കഴിപ്പിച്ചു. ആര് പ്രേരിപ്പിച്ചു? ഇബ്ലീസ്. ആര് രണ്ടാമത് പ്രേരിപ്പിച്ചു? ഹവ്വാ. അതിന്മേൽ പണിയെടുത്തു. സയ്യിദുന ആദം ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നതോടുകൂടെ ബാപ്പയും ഉമ്മയും 2 വഴിക്കായി. ബാപ്പ വേറെ വഴിക്ക്, ഉമ്മ വേറെ വഴിക്ക്. പിന്നെ അവർ കണ്ടുമുട്ടി. എവിടെ? അറഫയിൽ. അന്ന് ഇബ്ലീസ് ചെറുതായി. ഇന്ന് ഇബ്ലീസ് അറഫാ ദിവസം ചെറുതാകുമെന്ന് പുണ്യനബി. ഇബ്ലീസ് ഏറ്റവും എന്നും ചെറുതാകുന്ന ദിവസം ഇബ്ലീസ് അന്ന് ഈച്ചയെ പോലെയാകും എന്ന് പുണ്യനബി.
മാമിൻ യൗമിൻ ത്വലഅത് ഫീ ശംസു, ഒരു ദിവസവുമില്ല ദിവസത്തിൽ ഇബ്ലീസ് ചെറുതാകുന്ന ഒരു ദിവസവുമില്ല, ഇതുപോലെ ചെറുതാകുന്ന ഒരു ദിവസമില്ല. ഹത്താ മിസ്ല റുബാബി, ഇബ്ലീസ് എന്ന് ഈച്ചയെ പോലെ ചെറുതാകുമെന്ന് ഖാല റസൂലുള്ളാഹി. കാരണം രണ്ട് ഇണകൾ കണ്ടുമുട്ടിയ ദിവസത്തിന്റെ ആവർത്തനാണത്. ഇബ്ലീസിന്റെ താല്പര്യം ഇണകൾ വിട്ടുപിരിയലാണ്, സിഹറിന്റെ താല്പര്യം രണ്ടാള് തമ്മിൽ വിട്ടുപിരിക്കുക. കാര്യമായ സിഹറിന്റെ പണി കുതന്ത്രം ഉണ്ടാക്കല, സിഹറിന്റെ കാര്യമായ പണി കുതന്ത്രപ്പിക്കല, രണ്ടാളെ തമ്മിൽ പരമാവധി അകറ്റുക. ഭാര്യ ഭർത്താവിനെ വിട്ടുപിരിക്കുക, ജേട്ടനെ ജനം വിട്ടുപിരിക്കുക. അതിന് പരിപാടി കാര്യമായി അതാണ്. അതിന് പരിഹാരമാണ് അറഫ. അറഫയിൽ അതാണ് അറഫ. അറഫ അതാണ് അൽ ഹജ്ജു അറഫ. ഖാല റസൂലുള്ളാഹി. എന്തിനു പരിഹാരമുണ്ട്? എന്തിനു പരിഹാരമുണ്ട്? എന്തിനും പരിഹാരം, എന്തിനും സമയമുണ്ട്. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. ഫാളത്തിന് തവാഫിന് പരിധിയില്ല, എന്നും ചെയ്യാം. സഅയ് എന്നും ചെയ്യാം. അറഫ എന്നും ചെയ്യാൻ പറ്റുകയില്ല. ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് ശേഷം മുതൽ ദുൽഹജ്ജ് 10 ഫജ്റിന്റെ മുമ്പ് അറഫയിൽ നിന്നിരിക്കണം. ഇത്ര കണിച്ചമുള്ള ഒരൊറ്റ അമൽ ഹജ്ജിലുള്ളത് അറഫ മാത്രമാണ്, വേറൊന്നുമില്ല. മനസ്സിലായില്ല? ഇഫാളത്തിന് തവാഫ് ഒരാള് ചെയ്തിട്ടില്ല, അന്ന് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് ഇന്ന് ചെയ്യാം. ഇഫാളത്തിന് തവാഫ് ഒരാൾ കഴിഞ്ഞ കൊല്ലത്തെ ഇഫാളത്തിന് തവാഫ് ഇന്നും ചെയ്യാം. പക്ഷേ കറാത്താണ്, തഹരീമിന്റെ കറാത്താവും. അങ്ങനെയൊക്കെയുള്ളൂ. അയ്യാമത്തെ ശരീരത്തിനെ തൊട്ട് പിന്തിക്കൽ കറാഹത്താണ്. മക്കേന്ന് യാത്ര വിട്ടുപോരുന്നതിനെയും വിട്ട് പിന്തിക്കൽ വല്ലാതെ കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്താണെന്ന് പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാലും ചെയ്യാം. എന്തില്ല? അറഫ പറ്റൂല. കാരണം ആ രണ്ട് ഇണകൾ കണ്ടുമുട്ടിയ അന്ന് തന്നെ നിന്നിരിക്കണം. അള്ളാഹുവിന്റെ ലക്ഷ്യം മനുഷ്യരെ യോജിപ്പിക്കല, ഇബ്ലീസിന്റെ ലക്ഷ്യം ജനങ്ങളെ വിട്ടുപിരിക്കല, സിഹറിന്റെ താല്പര്യം ജനങ്ങളെ വിട്ടുപിരിക്കല. ഇതന്നെയാണ് ഇതിന്റെ വിധാനം. ഇണകളെ വിട്ടുപിരിക്കുക, ശൈത്താനെ അവിടെ സ്വാധീനിക്കും. പെണ്ണിന്റെ തടിയിൽ ശൈത്താൻ കയറും. ശൈത്താൻ കയറിയാൽ ഈ പെണ്ണ് നല്ലോളല്ലാണ് ഭർത്താവിനെ തോന്നിപ്പിക്കും. എങ്ങനെ? പിന്നെ നേരെ ഒരു രാത്രി ഇങ്ങോട്ട് കയറി വരും. അതിനെന്ത് കാരണം എന്താണെന്നറിയോ? അപ്പോൾ ഭർത്താവില്ലാത്ത സാഹചര്യത്തിലായതുകൊണ്ട് പെണ്ണുങ്ങൾ വേണ്ടതുപോലെ സൗന്ദര്യം കൊണ്ട് ഒരുങ്ങുകയില്ല. നമ്മുടെ നാട്ടിൽ അത് വ്യാപകം പറയേണ്ട ആവശ്യമില്ല. കാരണം ഭർത്താവില്ലാത്ത സമയത്ത് കൂടുതൽ സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മളതിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്താ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ ഭർത്താവില്ലാത്തതുകൊണ്ട് പരമാവധി സൗന്ദര്യം ഉണ്ടാക്കൂല, മുടിയൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കില്ല. എന്തുകൊണ്ട്? ആരും തന്നെ കണ്ടു മോഹിക്കണ്ട എന്ന നിലക്ക്. പിന്നെ ഭർത്താവിന് വേണ്ടിയല്ലേ ഒരുങ്ങണ്ടുള്ളൂ, ഭർത്താവ് സ്ഥലത്തില്ലല്ലോ. ഈ മുടിയൊക്കെ ചെടക്കുട്ട മുടിയോടുകൂടെ നട്ടപ്പാതിരക്കും വാതിലും തുറന്നു. ഇയാൾ വാതിലെ ഒരു മുടി അങ്ങോട്ട് ഇങ്ങോട്ട് ഉപ്പായത്തിന്റെ ഒരു കുടുക്ക് ഇങ്ങനെ മേലക്കാക്കി മറ്റേ താഴെക്കാക്കി ഇങ്ങനെയൊക്കെ കോലത്തിൽ അത് തുറന്നാൽ അതോടുകൂടെ എന്ന് ഒരാള് അങ്ങാടിയിൽ വെച്ച് വഴിയിൽ വെച്ച് തനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ വേഗം വീട്ടിൽ പോകണമെന്ന് ഹബീബ നബി പറഞ്ഞു. മർറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ നടക്കുകയായിരുന്നു. ഫതഅജ്ജബത്ഹു ഇംറാത്തുൻ, ഒരു പെണ്ണ് നബിയെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഫഅതാ ഇലാ സൈനബ ബിൻത് ജഹ്ഷിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി ഫഖലാ ഹജതോ. ഹബീബ റസൂലുള്ളാഹി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണ് നബിയെ അത്ഭുതപ്പെടുത്തി. സൈനബ ബിൻത് ജഹ്ഷ് തന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ സൈനബയുടെ വീട്ടിലേക്ക് വേഗം ചെന്നു. ഫഖലാ ഹജതോ, തന്റെ ആവശ്യം നിർവഹിച്ചു. ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് വേണം, ഒരു തിന്മയും നാട്ടിൽ നടക്കില്ല, ഒന്നുമില്ല, വേഗം വീട്ടിൽ വന്നാൽ മതി. സാധനം എല്ലാം ഒന്നാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി അത് പറയുകയും ചെയ്തു. ഇസ്ലാമാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ നിങ്ങളോട് പറയാ? അതുകൊണ്ട് പറയാ, ഇസ്ലാമാണ് ഈ പറഞ്ഞ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ തത്വശാസ്ത്രം കണ്ടു. എന്ത്? നട്ടപ്പാതിരക്ക് വാതിൽ തട്ടുന്നത് നബി വിരോധിച്ചു. എന്തുകൊണ്ട്? ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യത്തോടു കൂടി അല്ലാതെ കാണാൻ പാടില്ല. പരമാവധി അവരെ അടുപ്പിക്കണം. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് പരമാവധി അവരെ അകറ്റണം. അതന്നെ ശൈത്താൻ ആവശ്യം, അവരെ തമ്മിൽ അകറ്റലാവുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? തടിയിൽ, ഇവളെ തടിയിൽ ശൈത്താൻ കയറിയാല് ആ ശൈത്താൻ ഇങ്ങനെ
ഭർത്താവിന് തോന്നലുണ്ടാക്കും, ശരിയില്ല, കാണാൻ പോരാ എന്ന്. അവസാനം എന്റെയും തിന്മയിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് സിഹറിന്റെ ഏറ്റവും വലിയ പണി ജനങ്ങൾക്കിടയിൽ കുതന്ത്രമുണ്ടാക്കലാണ്, ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ വിട്ടുപിരിക്കലാകുന്നു. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അതിൽപ്പെട്ട ഒരു പണി പ്രധാനപ്പെട്ടത് അതാണ്. ഇതൊക്കെ ശൈത്താന്റെ പ്രധാനമായ സിഹറിന്റെയും കാര്യമായ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയം, പല ആളുകൾക്കും പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്ന ഒരു വിഷയം ഹാറൂത്ത് മാറൂത്തിന്റെ കഥയാണ്. ഇതെന്താണ് പറഞ്ഞതെന്ന് പലർക്കും അറിയില്ല. മുഫസ്സിരീങ്ങളാകട്ടെ ഏകദേശം അതൊന്നോട്ട് വേണ്ടത്ര വിശദീകരിച്ചതായി കാണുന്നുമില്ല. ബാബിലോണിയയിലേക്ക് ശ്രദ്ധിക്കണേ, നിങ്ങൾ തല അങ്ങോട്ട് തന്നാലേ ഞാനിത് പറയൂ. ഇത് ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞിട്ട് ഹാറൂത്ത് മാറൂത്തിന്റെ എന്ന രണ്ട് മലക്കുകളെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി എന്ന്. സിഹ്ർ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും ഓരോരുത്തരും മുഅജ്ജത്തുകളായി കാണിക്കുകയും, മുഅജ്ജത്തിനെ ശ്രദ്ധിക്കണേ, മുഅജ്ജത്തിന്റെ വാദം മുഅജ്ജത്ത് പോലെ നബിയാണെന്ന് സ്വയമായി വാദിക്കുകയും അതിന്റെ പേരിൽ ജനങ്ങളെ തങ്ങൾക്ക് സുജൂദ് ചെയ്യിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം സിഹ്റിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്തു. നാട്ടിലെവിടെ? ഇവിടെ മർമ്മമായി ഞാൻ നേരത്തെ നിങ്ങളോട് പറയേണ്ട ഒരു ഗൗരവമായ വിഷയം പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നാട്ടിൽ നിങ്ങൾ പല ആളുകളെയും അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളെ കാണും. അവരെയൊക്കെ നമ്മൾ തൊൽസമാറ്റികൾ എന്ന് പറയും, ഇസ്മിന്റെ പണിക്കാരെന്ന് പറയും. ചില വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് കയറ്റിവെക്കുകയും ചെയ്യും. അവർ നാട്ടിലുള്ള എല്ലാ തമ്മാടിത്തരം ചെയ്യും. അവർ വേണ്ടാത്തരം ചെയ്താൽ പോലും എതിര് പറയുന്നത് പലർക്കും പേടിയായിരിക്കും. കാരണം കുരുത്തക്കേട് പറ്റുമോ? ഉറപ്പിച്ചോളൂ, ഫാസിഖിന് അങ്ങനത്തെ ഒരു വിലായത്തുണ്ടാവുകയില്ല. ഉറപ്പ്. ഇങ്ങനെ വർത്താനം പറയേണ്ടതില്ല, ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. ഫാസിഖിന് വിലായത്തിന്റെ പ്രശ്നം ഇല്ല. ഫാസിഖിന്റെ കയ്യിന്ന് ഒരു തമ്മാടിത്തരം കാണുന്നുണ്ടെങ്കിൽ, ഒരു അത്ഭുതം കാണുന്നുണ്ടെങ്കിൽ അത് സിഹ്റോ അതുപോലത്തെ സാധനമാണ്. ഒരിക്കലും അത് കറാമത്ത് അല്ല. ഉറപ്പിക്ക് തലേക്ക് ഉറപ്പിക്ക്. ഇത് ആണിടിച്ച് തലേക്ക് കയറ്റി. എനിക്കറിയാം പല ആളുകളും അത്ഭുതങ്ങൾ, ചില പ്രത്യക്ഷ അത്ഭുതങ്ങൾ കാണുന്നത് ആൺകുട്ടികളെ പിന്നാലെ നടക്കുന്ന ചില ആളുകളെ എനിക്കറിയാം. ഉദാഹരണം പറഞ്ഞതാണ്. അവര് പെണ്ണുങ്ങളെ പോലെ ആൺകുട്ടികളെ ഉപയോഗിക്കും. അങ്ങനെ ഉദാഹരണം പറയല്ലാതെ നിർവാഹമല്ലല്ലോ. അതുകൊണ്ട് പറയാണ്, ഖവാരിഖുൽ ആദാത്ത് എന്നാൽ ആദാത്ത് സാധാരണ കാര്യങ്ങൾ, ഖവാരിഖുൽ ആദാത്ത് പറഞ്ഞാൽ അസാധാരണ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ആദാത്തിനെ പൊളിച്ചു കളയുന്ന അസാധാരണ കാര്യങ്ങൾ. അസാധാരണ കാര്യങ്ങൾ ഒരാളെ കയ്യിൽ നിന്ന് വെളിവാകുന്നു. അയാൾ ആരാണെന്ന് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. തമ്മാടിത്തരം ചെയ്തവനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിലായത്തോ കറാമത്തോ അല്ല, അത് കുഹാനത്ത് സിഹറാണ്. ഉറപ്പ്. സംശയിക്കണം. രണ്ട് അവയവം സൂക്ഷിക്കാൻ കഴിയാത്തവർക്ക് കുട്ടികളെ സ്വർഗം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. എന്തിനാ ഇനി വർത്താനം പറയണു? ഹബീബായ നബി പറഞ്ഞു, രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ള അവയവവും രണ്ട് തൊടയല്ലിന്റെ ഇടയിലുള്ള അവയവവും സൂക്ഷിച്ചാലേ സ്വർഗമുണ്ടാവൂ. പഠിച്ചോ, നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ. തന്നെ ഈ രണ്ട് അവയവാണ് സൂക്ഷിക്കണം. തന്നെ അവരെ മൂമിനാവുള്ളൂ. ഔല്യ പിന്നെയല്ലേ, ചങ്ങാതിയെ. അത് മൂമിനാണെങ്കിൽ ഇതുണ്ടാവണം. പറയല്ലാതെ നിർവാഹമില്ലേ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് പറയും. ഇത്രയും തമ്മാടിത്തരം നാട്ടിൽ വ്യാപിച്ചു. ആരോട് പറയില്ല, പറയാനും പേടി. ഒക്കെ നമുക്ക് ഒരു കാര്യം, ഇൽമിന്റെ കാര്യത്തിൽ എന്ത് ഹയാ ആണ്. പുണ്യനബി ചോദിച്ചല്ലോ സ്വഹാബികളോട്, ഈമാന്റെ ഉദാഹരണം ഒരു മരമാണ്. അതിന്റെ ഇല ഉണങ്ങിയാൽ പോലും കൊഴിഞ്ഞു വീഴുകയില്ല. അത് മരത്തിൽ പറ്റിപ്പിടിച്ച്
പിടിച്ചു നിൽക്കും. അങ്ങനത്തെ ഒരു മരമുണ്ട്. ആ മരമാണ് മൂമിനിന്റെ ഉദാഹരണം. അതിരിക്കുനി മാഹിയ എന്നാണ് ആ മരം എന്ന് പറയൂ എന്ന് പുണ്യനബി പറഞ്ഞു. സ്വഹാബികൾ ആർക്കും കിട്ടിയില്ല. മനസ്സിലായോ? ഹബീബായ നബി ചോദിച്ചു, മുഅ്മിനീങ്ങളെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഇല ഉണങ്ങിയാൽ പോലും കൊഴിഞ്ഞു വീഴൂല. ശ്രദ്ധിക്കണേ, മുഅ്മിനീങ്ങൾക്ക് ഒരു മരമുണ്ട്, ഭൂമിയിൽ ഒരു മരമുണ്ട്. അതിന്റെ ഇല ഉണങ്ങിയാലും കൊഴിഞ്ഞു വീഴുകയില്ല. ആ മരമാണ് മുഅ്മിനിന്റെ ഉദാഹരണം. അതിരിക്കൂനി മാഹിയ, ആ മരം ഏതാണെന്ന് പറഞ്ഞു തരുവേൻ. ഹബീബായ നബി പറഞ്ഞു. എല്ലാവരും ഇരുന്നിട്ട് മരത്തിന്റെ പേര് കിട്ടിയില്ല. ഫകാന ഫീ മജ്ലിസിൻ നബി ഇബ്നു ഉമർ, ആ സദസ്സിൽ ഇബ്നു ഉമർ ഉണ്ടായിരുന്നു. നളറ ഇലാ വജ്ഹി അബീഹി വ ഇലാ വജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് വാപ്പയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് വാപ്പയുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് വാപ്പയുണ്ട്, ഇബ്നു ഉമർ മോനും ഉണ്ട്. റസൂലുള്ളാഹിന്റെ സദസ്സാണ്. ഒന്ന് നബിയെയും നോക്കും, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനെയും നോക്കും. എരി പിരിഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു കുറെ നേരം. ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവസാനം പുണ്യ നബി പറഞ്ഞു, അന്നഖ്ലു, അത് ഈത്തപ്പനയാകുന്നു. ഈത്തപ്പനയുടെ അല്ല ഉണങ്ങിയാലും മരത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കും, അത് കൊഴിഞ്ഞു വീഴൂല. അതാണ് മൂമിനിന്റെ ഉദാഹരണം. എത്ര പ്രതിസന്ധി ഉണ്ടായാലും അസിലിൽ പിടിച്ച് അവിടെ നോക്കും. എന്തെങ്കിലും ഒരു 10 റുപ്യ കിട്ടുമ്പോഴത്തിന് സുന്നത്തിയമായത്തിനൊക്കെ വിട്ടിട്ട് വേറെ പാർട്ടിയിൽ പോവില്ല. ഇതാണ് ഉദാഹരണം. ഏതെങ്കിലും 10 റുപ്യ കിട്ടുമ്പോഴത്തിന് പുതിയ പാർട്ടിയുടെ പിന്നാലെ പോവില്ല. അതന്നെ മുഅ്മിനീങ്ങൾ ഒരു പാർട്ടി ചേർന്നത് ഒരു ഹക്കിന്റെ പേരിലാണ്. അത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ മരത്തുമല, ആ അസിൽ മരം പിടിച്ചു കൂടുമെന്ന് പുണ്യനബി. അപ്പോൾ വഖാല ഇബ്നു ഉമർ എനിക്കറിയായിരുന്നു നബിയേ. പിന്നെന്നെ പറയാ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹയാ നബി, മുന്നിൽ വാപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇൽമിൽ ഹയാ ഇല്ല. ഇൽമ പറഞ്ഞോടത്തൊരു ഹയാവില്ല, ഇൽമിൽ ഹയാ ഇല്ല. ഇൽമിൽ ഹയാ ഉണ്ടെങ്കിൽ ലജ്ജ തോന്നിച്ചാൽ ഈ ലോകത്ത് പല കാര്യങ്ങളും നന്മയും നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പുണ്യനബി അവനോട് പറയാ. അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളെ കാണും. ഏകദേശം അവർ 2 കുഴപ്പത്തിന് 2-3 കുഴപ്പത്തിന് അവർ ആളുകളായിരിക്കും. ഒന്നവർ ആൺകുട്ടികൾ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവർ പെണ്ണുങ്ങളെ മോശമായി ഉപയോഗിക്കും, അല്ലെങ്കിൽ അവര് ജനങ്ങളെ പണം പറ്റിക്കുന്നവരായിരിക്കും. 3ആണെങ്കിലും ഫാസിഖാണ്. ഖവായഖുലാരാത്തവരെ കയ്യിലാലുണ്ടാകാം. അസംഭവ്യമായ കാര്യങ്ങളെ, അസാധാരണ കാര്യങ്ങളെ വെളിപ്പെടാം. അത് ബിഹസബി സിഹ്റാണ്, ലാ ബിഹസബിൽ കറാമ. അത് കറാമത്തല്ല. പുറത്ത് പറയാൻ മടിക്കന്നെ ചെയ്യരുത്. അത് മടിച്ചാലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്തരം ആളുകളെ പോലീസിൽ ഏൽപ്പിക്കണം. യാതൊരു സംശയം വേണ്ട, അവരെ പോലീസിൽ ഏൽപ്പിക്കണം. അതിന്റെ മുമ്പുള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രം. പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കൈകാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് ചെറുത്ത്, ഇനിയിപ്പോ കേസറ്റ് കേട്ട് പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറയാം. എന്നാലും പിടിച്ചോന്റെ ഒരു ഹാക്ക് ഉണ്ടല്ലോ എന്നല്ല. അങ്ങനെയാണ് പോലീസിൽ കയറിയാൽ ചിലപ്പോൾ മേശന്റെ അടിയിൽ കൂടെ പൈസ കൊണ്ടുപോയിട്ട് കിട്ടേണ്ടത് കിട്ടാതെയുമാകാം. മുമ്മിനെ ആവുകയില്ല. ഇത് ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊന്നും ഗ്രാമത്തിന്റെ പട്ടികയിൽപ്പെടുത്തരുത്. അത് സിഹ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിക്കലുണ്ടാവും. ബാബിലോണിയയിലേക്ക് ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളെ അല്ലാഹു ഇറക്കി. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു, രക്തം ജ്വലിക്കുന്ന ഒരു സമൂഹത്തെ എന്തിനുണ്ടാക്കുന്നു? തസ്ബീഹ് തഖ്ദീസിന് ഞങ്ങൾ പോലെ ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഭയപ്പെടുന്നവർ എപ്പോഴും ഞങ്ങളല്ലേ പടച്ചവനെ, എന്തിനേ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നവരെ എന്ന് മലക്കുകൾ അള്ളാഹുവോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. അള്ളാഹു മലക്കുകളുടെ മുന്നിൽ മനുഷ്യന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പ്രവർത്തനം ചെയ്തു. എന്ത്? മലക്കുകളോട് പറഞ്ഞു, അവർക്കുള്ള ശഹ്വത്തെ പോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അവരെക്കാൾ മോശമാകാം. അത് പഠിപ്പിക്കാൻ വേണ്ടി 2 മലക്കുകളെ അല്ലാഹു തആല ശഹ്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ചു. ആ മലക്കുകളാണ് ഹാറൂത്ത് മാറൂത്ത്. ആ മലക്കുകളെ കുറിച്ച് ഇസ്രായേലികൾ ജിബ്രീൽ മീകായിൽ എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് അവരുടെ പേരെന്ന് പറഞ്ഞത് ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളെ ബാബിലോണിയയിൽ, ഇസ്രായേലിന്റെ ഹൃദയമായ ബാബിലോണിയയിലേക്ക് അല്ലാഹു ഇറക്കി. അവർ ഭൂമിയിൽ വന്നു, ഒരുപാട് നന്മ നടപ്പിലാക്കി ഭൂമിയിൽ വന്നു. പക്ഷേ അവർ 2 ആൾക്കും എന്തുണ്ടായി?
അവർക്ക് രണ്ടാവും ജമീലത്തുൻ ഹസനായ ഒരു പെണ്ണിനോട് ആകർഷണമുണ്ടായി. കാരണം അവരിൽ ഖുവ്വത്തു ശഹ്വാനിയ വൈകാരികമായ താല്പര്യം അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരുന്നു. മനസ്സിലാവുന്നില്ലേ? മലക്കിയ കഴിവ് കളഞ്ഞിട്ട് അല്ലാഹു തആല എന്താക്കി? മാനുഷിക കഴിവാണ് കൊടുത്തു. എന്നിട്ട് ഭൂമിയിൽ നന്മ തിന്മ പഠിപ്പിക്കാനുള്ള അവസരവും കൊടുത്തു. വന്നു ആദ്യമൊക്കെ ഒരുപാട് നന്മ ചെയ്തു. പക്ഷെ പിന്നെ അവർക്ക് ശഹ്വത്ത് കൊണ്ട് അവർ എന്ത് ചെയ്തു? ഒരു സുന്ദരിയായ പെണ്ണിൽ അവർക്ക് ആകർഷണം തോന്നി. അങ്ങനെ ആ പെണ്ണുമായി അവര് തെമ്മാടിത്തരത്തിന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കെട്ടിത്തൂക്കി. എന്ന് അവരെ അല്ലാഹു തആല പിടികൂടി. ശിക്ഷയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇക്കാര്യം സത്യമാണ്. കാരണം ഇത് നസ്സുൽ ഖുർആനാണല്ലോ. എന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. ഹാറൂത്ത് മാറൂത്ത് രണ്ട് മലക്കുകളായിരുന്നു. മലക്കിയ കഴിവ് എടുത്തു കളഞ്ഞിട്ട് ബശരിയ കഴിവ് കൊടുത്തു. എന്തിന്? മലക്കുകൾക്ക് മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നന്നായി വരുന്ന മനുഷ്യനെ കണ്ടിട്ട് മലക്കൾ അത്ഭുതപ്പെട്ട് പ്രോട്ടോകോൾ ലംഘിച്ചിട്ട് ഇങ്ങോട്ട് സലാം പറയുമെന്ന് പുണ്യനബി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? കാരണം ഈ മലക്കുകൾക്കെങ്ങാനും മലക്കിയ കഴിവെടുത്ത് കളഞ്ഞ് മനുഷ്യന്റെ കഴിവ് കൊടുത്താലോ വലിയ പ്രശ്നം. മനുഷ്യന് സ്വാതന്ത്ര്യമാണ്. തെറ്റും നന്മയും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം ജിബ്രീലിനില്ല. അപ്പോൾ ജിബ്രീൽ സാലിഹായി എന്ന കാര്യം വലിയൊരു സംഗതിയൊന്നുമല്ല. എന്നാ ജിബ്രീൽ സാലിഹാണ്, ജിബ്രീൽ വലിയ മഹാനാണ്. കാരണം അള്ളാഹു കൊടുത്ത സ്ഥാനം നമ്മൾ അംഗീകരിക്കലാണ്. അവർക്കത് സാധാരണഗതിയാണ്. അവര് കള്ളുടിക്കണില്ല എന്നുള്ളതൊരു വിഷയമല്ല. കാരണം അത് കള്ളുടിക്കാൻ അവർക്ക് കഴിയില്ല. ജിബ്രീൽ മീകായിൽ തെറ്റിയില്ല എന്ന് പറഞ്ഞത് അങ്ങനത്തെ സംഗതിയൊന്നുമല്ല. ഹബീബാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചല്ലോ, അയ്യുന്നാസി അഅജബുലൈക്കും ഈമാനൻ, ആരുടെ ഈമാനാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയത്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഈമാനുൽ മലായിക, മലക്കുകളുടെ ഈമാനാണ് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയത്. അപ്പോൾ പറഞ്ഞു, എന്ത്? അല്ലാഹുവിന്റെ ഹളറത്തിലുള്ള ഒരു ജനതക്ക് ഈമാൻ ഉണ്ടായതിൽ എന്ത് അത്ഭുതം? നിങ്ങൾ കാര്യം പറയും. അപ്പോൾ പറഞ്ഞു, ഈമാനുൽ അംബിയായി, ഞങ്ങൾക്ക് അമ്പിയാക്കളെ ഈമാനിലാണ് അത്ഭുതം തോന്നിയത്. അപ്പോൾ റസൂൽ പറഞ്ഞു, കൈഫ, അതെന്ത് വർത്തമാനമാണ്? അവർക്ക് വഹി ഇറങ്ങണില്ലേ? അമ്പിയാക്കൾ വലിയ ആളുകളായി എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ പിന്നെ ആര് കാര്യം പറയും? എന്നാ പന ഈമാനുന, ഞങ്ങളെ ഈമാനാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങളെ കണ്ണിന്റെ മുന്നിൽ ഞാനില്ലേ? നിങ്ങൾ മൂമിനായതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, അല്ലദീന യഅ്തൂന മിൻ ബഅദി ഫയഖറഊന സുഹഫാ ഫയുമിനൂന ബിമാ ഫീഹാ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലദീന യഅ്തൂന മിൻ ബഅദി. അവർ എനിക്ക് ശേഷം വരുന്ന ആളുകളാണ്. അവർ എന്നെ കണ്ടിട്ടില്ല. ഫയഖറഊനൽ സുഹഫ, അവർ ഏടുകൾ വായിക്കും. ഫയുമിനൂന ബിമാ ഫീഹാ, അതിൽ കണ്ടതുപോലെ വിശ്വസിക്കും. അവരാണ് ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ. അതായത് ആര്? നമ്മളൊക്കെ തന്നെ. പടച്ചോൻ സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ സ്വർഗത്തിൽ വരുമ്പോൾ മലക്കൾക്ക് അത്ഭുതമാണ്. കാരണം മലക്കളെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാള് ആ കഴിവെടുത്ത് കളഞ്ഞിട്ട് ബശരിയായ കഴിവ് അല്ലാഹു കൊടുത്തപ്പോഴത്തിന് ആയത് മലക്കൾ കണ്ടിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മലക്കൾക്ക് മലക്കിയ കഴിവ് മാറ്റിയിട്ട് ബശരിയ കഴിവ് അല്ലാഹു കൊടുത്തത്. അതാണ് ഹാറൂത്ത് മാറൂത്ത്. എല്ലാ മുഫസ്സിരീങ്ങളും ഓടിയിട്ടാണെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആദമ അലൈഹിസ്സലാം ലമാ അഹ്ബതഹുല്ലാഹു ഇലൽ അർളി ഖാലത്തിൽ മലായിക യാ റബ്ബി അതജഅൽ ഫിഹാ മാ യഫ്സിദു ഫിഹാ വയസ്ദിഖു ദിമാ വനഹൻ നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ ഖാല റബ്ബനാ നഹ്നു അത്വഉ ലക മിൻ ബനി ആദമ, ഞങ്ങളാണ് ഏറ്റവും ഭയപ്പെടുന്നവരെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ ഏറ്റവും ഭയപ്പെടുന്നവർ? അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഹലുമു മലക്കൈനി മിനൽ മലായിക, രണ്ട് മലക്കളെ എന്റെ മുന്നിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവരി. ഹത്താ യുഹ്ബത ബിഹിമാ ഇലൽ അർളി, ഞാൻ അവരെ ഭൂമിയിലേക്ക് ഇറക്കാം. അവരെങ്ങനെയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണായിരുന്നു. നിങ്ങളാണോ ദുനിയാവിലെ ഏറ്റവും വലിയ മുത്തഈങ്ങൾ? ആരാണെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. രണ്ട് മലക്കുകൾക്ക് മലക്കിയ കഴിവ് മാറ്റിയിട്ട് ബശരിയ കഴിവ് കൊടുത്താൽ അവരെന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഖാല റബ്ബന ഹാറൂത വ മാറൂത്ത്,
فقال اهبطا الى الارض فمثلت لهما الزهرة امرأة احسن البشر. ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തു. ആ പെണ്ണിന്റെ നഫ്സിനെ ഹറാമിയത്തിന് അവർ ആവശ്യപ്പെട്ടു. فقالت لا والله حتى تتكلم بهذه الكلمة من الاشراك بالله. ശിർക്ക് ചെയ്യണമെന്ന് ആ പെണ്ണ് അവരോട് പറഞ്ഞു. എന്നാലേ ഞാൻ എന്നെ നിങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞു. فقال والله لا نشرك بالله. ഞങ്ങൾ ശിർക്ക് ചെയ്യൂല എന്ന് ഈ മലക്കുകൾ, മനുഷ്യന്മാരായ മലക്കുകൾ പറഞ്ഞു. ഫദഹബത്ത്, അവൾ പോയി. വറജഅത് ബിസബിയ്യിൻ, പിന്നെ ഒരു കുട്ടിയെയും കൊണ്ട് ഇവനടുത്തേക്ക് വന്നു. അപ്പോഴും ഇവര് അവളുടെ ശരീരം അനാവശ്യമായ അനർഹമായ നിലക്ക് ആവശ്യപ്പെട്ടു. ഈ കുട്ടിയെ കൊല്ലണം എന്ന് പറഞ്ഞു. ഫഖാല, അവർ പറഞ്ഞു, വല്ലാഹ് ഞങ്ങൾ കൊല്ലൂല, ഞങ്ങൾക്കതൊന്നും പാടില്ലല്ലോ. പെണ്ണ് പോയി. പിന്നെ കള്ളിന്റെ ഒരു പാത്രം കൊണ്ടുവന്നു. കള്ളുടിച്ചാൽ മതി, എന്നാൽ ഞാൻ എന്നെ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞു. ശരി, കള്ളല്ലേ എന്ന് വിചാരിച്ച അത് കുടിച്ചു. അങ്ങനെ ഇവർ രണ്ടാക്കും മത്ത് പിടിച്ചു. അങ്ങനെ മത്ത് പിടിച്ചപ്പോൾ അവളുടെ മേൽ സംഭവിച്ചു. വേണ്ടാത്തത് ചെയ്തു, ആ പെണ്ണിനെ വേണ്ടാത്തത് ചെയ്തു. കുട്ടിയെയും കൊന്നു. ബോധം തെളിഞ്ഞപ്പോൾ കാലത്തിൽ പെണ്ണ് പറഞ്ഞു, നേരത്തെ ചെയ്യൂല എന്ന് പറഞ്ഞൊക്കെ കള്ളുടിച്ചപ്പോ നിങ്ങൾ ചെയ്തല്ലോ. ഹീന സക്കർത്തുമാ ഫഅൽതുമാ വഹീന സക്കർത്തുമാ ഫഖയ്യിറ ബൈന അദാബിദ് ദുനിയ വ അദാബിൽ ആഖിറ ഫഖ്തറ അദാബിൽ ആഖിറ. നോക്കൂ നിങ്ങൾ, അങ്ങനെ അവർ രണ്ടാൾക്കും എന്താണ് വേണ്ടത് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. അവർ അല്ലാഹു തആല ഭൂമിയിൽ വെച്ച് സൃഷ്ടിച്ചു എന്ന് റിവായത്തുകൾ കാണുന്നുണ്ട്. ഇതാണ് അതിൽ ഏകദേശം വന്ന റിവായത്ത്. അതൊന്നും ഒരു അസംഭവ്യമായ കാര്യമല്ല. ഈ ഹദീസ് വെച്ചിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, അല്ലാഹു അവർക്കൊരു ഏർപ്പാട്, അവർക്കൊരു പണി കൊടുത്തു. എന്താണ് അവർ കൊടുത്ത പണി? ജനങ്ങൾക്ക് സിഹറും ഇസ്സത്തും ഒന്ന് വേറിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഖിയാമത്ത് നാൾ വരെ ശിക്ഷ അനുഭവിച്ച് ഭൂമിയിൽ നിൽക്കുകയും ചെയ്യുക. ആ പണി അവരെടുത്തു. ഹാറൂത്ത് മാറൂത്തിന് അല്ലാഹു തആല ബശരിയ കഴിവ് കൊടുത്തപ്പോൾ ആ ബശരിയ കഴിവിൽ നിന്ന് അവരിങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിൽ ചില ശിക്ഷകളെ നടപ്പിലാക്കി. ആ ശിക്ഷ അനുഭവിക്കുക. എന്താ ശിക്ഷ? ഒരായുസ് മുഴുവനും ദുനിയാവിൽ ഭൂമി കഴിഞ്ഞുകൂടാ. ചില പ്രത്യേക ശിക്ഷകൾ അനുഭവിക്കുക. പിന്നെ മുഅജ്ജത്തിനെയും സിഹറിനെയും വേർപെട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതിനാണ് ഈ പ്രധാനമായും ഈ മലക്കുകൾ പണിയെടുത്തത്. മലക്കുകൾ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു. മുഅജ്ജത്ത് വേറെയും സിഹർ വേറെയും. മുഅജ്ജത്തിന് പഠിപ്പില്ല, സിഹറിന് പഠിപ്പുണ്ട്. അതാ മുഅജ്ജത്തും സിഹറും തമ്മിൽ വ്യത്യാസം. മുഅജ്ജത്തിന് കറാമത്തിന് പഠിപ്പില്ല, കറാമത്തിന് പഠിപ്പില്ല, സിഹറിനൊരു പഠിപ്പുണ്ട്. കാളയാകാം, മനുഷ്യന്മാർ കാളയായി കാണിക്കും. അങ്ങനെയുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഓടി 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 കാളയായി കാണിക്കുക. ബക്കറത്തായി കാണിക്കുക. അങ്ങനെയാണ്. ആ സമയത്ത് അവർക്ക് എന്തും ചെയ്യും. അവര് അങ്ങനെയൊക്കെ ചെയ്യും. അതിന്റെ ആ പോയിന്റൊക്കെ നിർത്തിയാല് അങ്ങനെയാണ്. ചില പ്രത്യേകമായ മരുന്നുകളും മന്ത്രങ്ങളും അവർ ഉപയോഗിക്കും. എന്നിട്ടോ തുണിയൊക്കെ അഴിച്ചിട്ട് മുമ്പൊരു കാളയാകാൻ വേണ്ടി ഒരു ഒടിയൻ ഇറങ്ങി. പക്ഷെ പഠിപ്പ് പൂർത്തിയായിട്ടില്ലായിരുന്നു. അങ്ങനെ തുണി ഉടുക്കാതെ അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ ചാടിയപ്പോ ആരോ പറഞ്ഞത്ര ആ തുണി എടുത്തെടുത്തോ, സാധനം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഒന്നും കൂടി ശരിയാക്കിയിട്ട് മതി തുണി അയച്ചുള്ളൂ എന്ന് പറഞ്ഞു. തുണി അയച്ചിട്ടിട്ട് ചില പ്രത്യേകമായ മന്ത്രങ്ങളും ചില പ്രത്യേക മരുന്ന് ഉപയോഗിച്ചാൽ അവർക്ക് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എങ്ങനെ ഇതൊക്കെ അടുത്ത കാലം വരെ നടന്നാൽ എന്നാലോ അവരെ തളച്ചവരുണ്ടായിരുന്നു. ഈ തളച്ച ആളുകളോ അവര് കാളയായിട്ടുണ്ടോ? കാളയായിട്ടില്ല. കാളയായി ഒരു പ്രത്യേക മരുന്നിന്റെയും മന്ത്രത്തിന്റെയും സമയം കഴിയുന്നവരെ അങ്ങനെ ജനങ്ങളെ മുന്നിൽ കാണിക്കും. എങ്ങനെ കെട്ടിടാൻ കഴിഞ്ഞാൽ നേരം കൊടുക്കുമ്പോൾ കുറ്റിമേൽ തുണി കൊടുക്കാതെ നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ കാളയായിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ തഹീലാക്കുകയാണ്. അത് പല കാര്യങ്ങളും അങ്ങനെയാണ്. അത് അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കൊല്ലം ഒരു എന്താ പറയാ ഒരു കൺകെട്ട് കാണിച്ച ഒരു മാജിക് കാണിച്ച ഒരാളുണ്ട്. ആ മാജിക് പേര് പറയണ്ട. മാജിക് കാണിച്ച ഒരാളുണ്ട്. അയാള് സെക്കൻഡ് കൊണ്ട് മാജിക് കാണിക്കും. ഇങ്ങനെ നോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചീന്തിയിട്ട് ഇങ്ങനെ മനോരമ പത്രം മാതൃഭൂമി എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ചീന്തിയിട്ട് സെക്കൻഡുകൾ കണ്ട് നോട്ടിന്റെ നോട്ട് 10 100 നോട്ട്
ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇയാള് 1500 റുപ്യൊക്കെ മദ്രസ പഠിപ്പിക്കാം. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്ര പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഇയാളിപ്പോ രാവിലെ 9-9:30 മണിക്ക് രാവിലെ 7 മണിക്ക് കതച്ച് മദ്രസയിൽ പോകുന്നത് എന്തിനാണ് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അത് ഔഹാമം ഹയാലാത്താണ്. മനസ്സിലായില്ല? അതോട് പേടിന്ന് സാധനം വാങ്ങാൻ പറ്റില്ല. അല്ല, ഇത്ര എളുപ്പം ഈ കാര്യമൊക്കെ ഇവർക്ക് നടക്കുന്നതാണെങ്കിൽ നോട്ടിന്റെ 10 ഇങ്ങനെ കടലാസ് കൊണ്ട് ചീന്തിയിട്ട് പെട്ടെന്ന് 100 നോട്ട് 100 നോട്ട് ഇങ്ങനെ കാണിക്കാൻ കഴിയും. എന്നിട്ടോ ആ സാധുവിനെ പണി എന്താണെന്നറിയോ? വൈകുന്നേരം വല്ല മാച്ചൊന്നും കാണിച്ചാൽ പിറ്റേന്ന് പോയിട്ട് ഇങ്ങനെ സാധുവായ നിരക്ക് ജോലി ചെയ്യാം. കുട്ടികളെ പോറ്റണമെങ്കിൽ ഈ പൈസ കിട്ടുക തന്നെ വേണം. ഈ പൈസ കൊണ്ട് കുട്ടികളെ പോറ്റ നടക്കൂല. റേഷൻ പൊടിന് സാധനം കിട്ടൂല. എന്തുകൊണ്ട്? ഇത് നമ്മളെ ആളാകാൻ മാത്രമേ പറ്റുള്ളൂ എന്നതുപോലെ ഇങ്ങനെയുള്ള പല കളികളും കളിക്കും. ഈ ആളുകളെ ഒടുക്കാൻ കഴിയുന്ന ആളുകൾക്കോ ഒടുങ്ങും. നേരമെടുത്ത തുണി എടുക്കാറുണ്ടെങ്കിൽ കൂടെ കാണാറ്. അതൊക്കെ സംഭവിക്കും. അതെല്ലാം സെഹറിന്റെ ചില ഭാഗങ്ങളാണ്. അതൊക്കെ സംഭവിക്കാൻ കഴിയും, സംഭവിക്കും. അപ്പോൾ മുഅജ്ജത്തിനെയും സെഹറിനെയും അതിനൊരു പഠിപ്പുണ്ട്. ഒരു മനുഷ്യൻ കാളയാവുക, അതിനൊരു പഠിപ്പുണ്ട്. കറാമത്തിനോ ഒരു പഠിപ്പില്ല. എന്ത് പഠിപ്പുള്ളത്? കറാമത്തിന് പറക്കുന്നുണ്ട് തന്നെ നടക്കും, നടക്കുന്നുണ്ട് തന്നെ പറക്കും. കറാമത്തിന് പഠിപ്പില്ല, ഒരു പഠിപ്പില്ല. അലാഉബ്ബിൻ ഹളറമി റളിയല്ലാഹു അൻഹു ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ കപ്പല് കിട്ടിയില്ല. മറുനാട്ടിലേക്ക് അള്ളാന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, കപ്പല് കിട്ടാത്തോണ്ട് പെട്ടെന്ന് എനിക്ക് ബഹ്റൈനിലെത്താമല്ലോ എന്ന് പറഞ്ഞു അലാഉബ്ബിൻ ഹളറമി. അലാഉബ്ബിൻ ഹളറമി റളിയല്ലാഹു അൻഹു കപ്പല് കിട്ടിയിരുന്നെങ്കിൽ ദിവസങ്ങളോളം കപ്പൽ യാത്ര ചെയ്യണ്ടേ, ഈ കപ്പലില്ലാത്തോണ്ട് പെട്ടെന്ന് എത്തുമല്ലോ എന്ന് പറഞ്ഞു. എല്ലാരോടും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു. കണ്ണങ്ങോട്ടടച്ചു, ഇക്കറങ്ങോട്ട് ചെല്ലിപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇഫ്താഹു, ഇനി കണ്ണ് തുറന്നു നോക്കി. സ്വഹാബികൾ കണ്ണ് തുറന്നു നോക്കി. ഫനഹനു ബി ബഹ്റൈൻ, അപ്പോഴത്തിന് ബഹ്റൈനിലെത്തിയിട്ടുണ്ട് അലാഉം സംഘവും റളിയല്ലാഹു അൻഹു. പഠിപ്പുണ്ട? ഇന്നാലിന്നത് ചെയ്താൽ മതി. അതിന് പഠിപ്പൊന്നുമില്ല. അതാ സമയത്ത് അത് ചെയ്യലാണ്. സഫീന എന്ന സ്വഹാബി കാട്ടിലകപ്പെട്ടു. സിംഹം കൊല്ലാൻ വേണ്ടി വന്ന കഥ ഇബ്നു തൈമിയ പറയുന്നുണ്ട്. ഇബ്നു തൈമിയ പോലും അൽ മുഅജ്ജത്ത് വൽ കറാമയിൽ പറഞ്ഞിട്ടുണ്ട്. സിംഹം വാപ്പിളർന്നുകൊണ്ട് ഓടി വന്നു. അപ്പോൾ പറഞ്ഞു, നിന്ന മര്യാദക്ക് നായെ മര്യാദ, കാട്ടിലെ നായെ മര്യാദക്ക് നിന്നോ. തരിഫുനി ജിന്നാൻ, അറിയോ അന ഖാദിമു റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ഖാദിമാണ് എന്ന് പറഞ്ഞു. സിംഹം നിന്നോടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ നടന്നു കൊടുത്തു. അദ്ദേഹത്തെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കുന്ന മറ്റു കാട്ടുമൃഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ട് കൂടെ നടന്നു കൊടുത്തു ഈ സിംഹം. എന്റെ മുൻകാലിനെ ഒരു നാട്ടിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നവർ വരെ കൂടെ നടന്നു കൊടുത്തു സിംഹം. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹം ചേർന്നപ്പോഴോ മുൻകാല് മുന്നിലേക്ക് നീട്ടിയിട്ട് തൗദിയ പറഞ്ഞു, ഒരു യാത്രാമംഗളം എന്ന് പറഞ്ഞിട്ട് ഈ സിംഹം മടങ്ങിപ്പോയി. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ മുഅജ്ജത്ത് വൽ കറാമ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൂട്ടെടുത്ത് വന്നാൽ മതി. ഞാൻ കാണിച്ചത് എന്റെ കയ്യിൽ കിതാബുണ്ട്. അതിൽ പഠിപ്പുണ്ടോ? സിംഹത്തെ കാണുമ്പോൾ ഇങ്ങനെ പഠിപ്പുണ്ടോ? ഒരു പഠിപ്പതിനില്ല. കറാമത്തിന് പഠിപ്പില്ല, മുഅജ്ജത്തിന് പഠിപ്പില്ല. സിഹറിനൊരു പഠിപ്പുണ്ട്. അതിലിപ്പോ ഒരു പ്രത്യേക മാജിക്, കൺകെട്ട്, ഇതിനൊക്കെ പഠിപ്പുണ്ട്. ജ്യോത്സ്യം, അതിനൊരു പഠിപ്പുണ്ട്. സിഹർ, അതിനൊരു പഠിപ്പുണ്ട്. ഒരു പഠിപ്പിന്റെ കോലത്തിൽ, ആ പഠിപ്പിലെ അക്ഷരം തെറ്റിയ നേരം പോലെ തിരിമറി, മറ്റൊന്നുമില്ല. സയ്യിദുനാ സുലൈമാൻ കാറ്റത്ത് പറഞ്ഞു, പഠിപ്പുണ്ടോ? ഒരു പഠിപ്പുമില്ല. ഉയർത്തുന്ന കാറ്റിനോട് പറയും, ഒറ്റടിക്ക് ഉയർത്തി കൊടുത്തു. അങ്ങനെ പോകും. ആ കാറ്റ് മെല്ലെ പോയാ മതി. അദ്ദേഹത്തിൽ തോന്നുമ്പോൾ കാറ്റ് മെല്ലെ പോവും. കാറ്റ് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. അതിന് പഠിപ്പില്ല. അതുകൊണ്ട് മനുഷ്യരെ ഇങ്ങനത്തെ ഇതാണ് സിഹറിനെയും മുഅജ്ജത്തിനെയും വേറിട്ട് ജനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഈ രണ്ട് മലക്കുകൾ, മനുഷ്യരൂപം പൂണ്ട മലക്കുകൾ. അതാണ് വമാ ഉൻസിലാലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് എന്ന് പറഞ്ഞത്.
ഇതാണ് ഇതിന്റെ ഏകദേശമെല്ലാം. അതൊന്നും ഈ കാര്യം വിശദീകരിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, ഖിസ്സത്തു ഹാറൂത വമാറൂത ജാഅത് ബിസനദിൻ ഹസനിൻ മിൻ ഹദീസ് ഇബ്നു ഉമർ ഫീ മുസ്നദി അഹ്മദ വത്തുബരി ഫീ റാദിഹി തുറുഖിമാ ബിഹൈസു യുഖ്ലാ ബിമജ്മുഇഹാ അലാ അനൽ ഖിസ്സത്തി അസ്ലാ. ഇത് അസ്ലില്ല ചരിത്രം തന്നെയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി പറയാണ്, പ്രാമാണികമായ കിതാബാണത്. അന്നല്ലാഹു റകിബ ശഹവത ഫീ മലക്കൈനി മിനൽ മലായിക ഇഖ്തിബാറൻ ലഹുമാ. രണ്ട് മലക്കുകൾ പൊലിമ പറഞ്ഞപ്പോൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മലക്കുകൾക്കൊരു പാഠമാകാൻ വേണ്ടി, മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അള്ളാഹു തെറ്റ് ചെയ്താലും മനുഷ്യർക്ക് പുറത്തു കൊടുക്കുമല്ലോ. കാരണം ഷഹ്വാനിയായ കുവ്വത്തിനെ അള്ളാഹു അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ഷഹ്വാനിയായ കുവ്വത്തെ നിക്ഷേപിച്ചപ്പോൾ മലക്കുകൾ വരെ നാശമായിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ പഠിച്ചവനെ. ഷഹ്വാനിയായ കുവ്വത്ത് മലക്കൾ നിക്ഷേപിച്ചപ്പോൾ മലക്കുകൾ വരെ നാശമായിട്ടുണ്ട്. അത് നിക്ഷേപിച്ചിട്ട് നാശാകാത്ത മനുഷ്യന്മാര് മരിച്ചാൽ ആകാശവും ഭൂമിയും കരയും. അവർ മലക്കിന്റെയും മേലെയാണ്. ഒരായത്തുണ്ട്, മനുഷ്യൻ മലക്കിന്റെ മേലെയാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഈ ആയത്തോടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ബശറു അഫ്ളലു മിനൽ മലായിക. ശ്രദ്ധിക്കുക, സൂറത്തുൽ ബയ്യിനയിൽ ഒരു ആയത്തുണ്ട്. ഈ ആയത്തോടിയിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചു, അന്നൽ ബശറ അഫ്ളലു മിനൽ മലായിക, മനുഷ്യന്മാർ മലക്കളെ മേലെയാണ് എന്ന് സമർത്ഥിച്ചു. അതിനുവേണ്ടി ഈ ആയത്താണ് തെളിവായി കൊണ്ടുവന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ചിന്തിക്കണം. അപ്പോൾ ഇതിലൊന്നും അത്ഭുതമില്ല. സൂറത്തിൽ ബശരി വഹാകമാ ബിൽ അദലി മുദ്ദതൻ സുമ്മ ഫതുന ബിംറാത്തിൻ ജമീലത്തിൻ ഫഉഖബ ബിസബബി ദാലിക ബിഅൻ ഹുബിസ ഫീ ബിരിബാബിൽ ബാബിൽ മുനക്കസൈനി വബതുലിയ ബിന്നുതഖി ബിഇൽമി السحരി فصار يقصدهما ما يطلب ذلك فلا ينطقان بحضرة أحد حتى يحذره وينهى فيا سر تكلم بذلك ليتعلم منهما ذلك. ഈ രണ്ട് മലക്കുകൾക്കും അല്ലാഹു തആല ഒരു ശിക്ഷ നടപ്പിലാക്കി. അവരെ തേടി വരുന്നവർക്കൊക്കെ ഒരു സെഹറിനെയും മജ്റത്തിനെയും വേറെയാക്കി പറഞ്ഞു കൊടുക്കും. സെഹറിനൊരു പഠിപ്പുണ്ട്, അതിങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ കാരണം? സഹയന്മാരൊക്കെ ഞങ്ങളൊക്കെ നബിമാരാണെന്ന് പറഞ്ഞ കാലഘട്ടമായിരുന്നു. ഇതിൽ ഒരുപാട് ദേശങ്ങളുണ്ട്. ഒന്ന് മലക്കളെ പഠിപ്പിക്കുക, ഒന്ന് മനുഷ്യന് സെഹറും മറ്റും വേറിട്ട് പഠിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്ന് ഫത്ഹുൽ ബാരി വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സെഹർ ചെയ്തല്ലോ. ലബീദ് ബിൻ അസ്സം എന്ന തമ്മാടി, ചൂടന്മാരെ കൂട്ടത്തിലെ തമ്മാടിയായ ലബീദ് ബിൻ അസ്സം സെഹർ ചെയ്തത് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാണ്, സത്യമാണ്. അപ്പോഴാണ് ഖുർആനിൽ രണ്ടായത്തിറങ്ങിയത്. എന്ന കുളത്തിന്റെ അടിഭാഗത്തെ കല്ലിന്റെ അടിയിലിട്ട് ചില പ്രത്യേക സാധനങ്ങളെ വെച്ചിട്ട് സെഹർ ചെയ്തു പുണ്യനബിക്ക് എതിരെ. ഈത്തപ്പനയുടെ പൂങ്കൊല എടുത്തിട്ട് 11 കെട്ടുകൾ കെട്ടി. ആ കെട്ടുകൾ കെട്ടിയിട്ട് പ്രത്യേകമായ ഓരോ കെട്ടിലും ഓരോ ജപങ്ങൾ നടത്തി. അതിനുവേണ്ടി സഹായിച്ചത് ക്ഷുദ്രകളായ ചില സാഹിറത്തുകളായിരുന്നു. ലബീദിന് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ആ പെണ്ണുകുട്ടികൾ പച്ച തെമ്മാടിച്ചുകളായിരുന്നു. ആ തെമ്മാടിച്ചുകളാണ് സഹായിച്ചത്. സെഹർ ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ തെറ്റ് ചെയ്താലേ ശൈത്താൻ സഹായിക്കുകയുള്ളൂ.